നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു നാഷണൽ മീഡിയ ഡ്രൈവ് ആണ്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് അവരുടെ പുത്തൻ വെന്യൂ പുറത്തിറക്കിയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ വാഹനത്തിനൊപ്പം ഗോവയിൽ വെച്ച് ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് വാഹന നിർമ്മാതാക്കൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SUV-കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യയുടെ ഭൂപ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനം എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം മൊത്തത്തിലുള്ള വാഹനങ്ങളിൽ 40% സെയിൽസ് നടക്കുന്നത് കോമ്പാക്ട് SUV സെഗ്മെന്റിലാണ്. കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ബെസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ എന്നിവരാണ്. ഈ 3 വാഹന നിർമ്മാതാക്കളുടെ പല സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ, അതായത് SUV സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ ഇവിടുത്തെ ബെസ്റ്റ് സെല്ലറുകളിൽ 3 എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഹ്യുണ്ടായി വെന്യൂ. ഹ്യുണ്ടായി വെന്യൂ ഇന്ത്യയിൽ എത്തിയത് 2019-ലാണ്. 2019 ശേഷം ഈ ഒരു 6 വർഷം കൊണ്ട് അവർ 7 ലക്ഷം യൂണിറ്റുകളാണ് ഇതുവരെ വിറ്റത്. കോവിഡിന് ശേഷം ഒരു വർഷം 1 ലക്ഷം യൂണിറ്റ് വരെ വിൽക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹ്യുണ്ടായി വെന്യൂ അടിമുടി മാറിയിരിക്കുകയാണ്. ഒരുപാട് ടെക്നോളജി അപ്ഡേറ്റ്സ് ആണ് ഇതിൽ ഏറ്റവും അധികം നമ്മളെ ഇംപ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുത്തൻ വെന്യൂവിന്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറി, എക്സ്റ്റീരിയർ മാറി, ഇന്റീരിയർ മാറി. അതിലേറെ പറയാനുള്ളത് ടെക്നോളജി കുത്തി നിറച്ച ഒരു വാഹനമാണ് പുത്തൻ ഹ്യുണ്ടായി വെന്യൂ എന്ന് പറയാം. ഹ്യുണ്ടായി വെന്യൂവിനൊപ്പം ഹ്യുണ്ടായി വെന്യൂവിന്റെ എൻലൈൻ പതിപ്പും അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പൂനെയിലെ ഏറ്റവും പുതിയ പ്ലാന്റിലാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിച്ച് 30 രാജ്യങ്ങളിലേക്കാണ് ഹ്യുണ്ടായി വെന്യൂ എക്സ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, 4500 കോടി ഇൻവെസ്റ്റ്മെന്റ് ആണ് പുതുതായിട്ട് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഇവിടെ ചെയ്തിരിക്കുന്നത്. 2030 26 പ്രോഡക്ട്സ് അല്ലെങ്കിൽ 26 വാഹന മോഡലുകളാണ് അവർ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ആദ്യത്തെ വാഹനമാണ് ഹ്യുണ്ടായി വെന്യൂ എന്ന കാര്യം കൂടി സന്തോഷത്തോടെ അറിയിക്കുന്നു. അപ്പോൾ ഹ്യുണ്ടായി വെന്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 4 ഹ്യുണ്ടായി വെന്യൂവിന്റെ പുത്തൻ പതിപ്പ് ഇറക്കിയപ്പോൾ ആ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വാഹന നിർമ്മാതാക്കൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിലെ ടെക്നോളജി അപ്ഗ്രേഡിനാണ്. ശരിക്കും ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾ ആണ് വെന്യൂ. 20 വെഹിക്കിൾ കൺട്രോൾസ് ആണ് ഈ വാഹനത്തിലേക്കുള്ളത്. ഓവർ ദ എയർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ടെക്നോളജിക്കും കണക്ടിവിറ്റിക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഏറ്റവും പുതിയ ഗ്ലോബൽ K1 എൻഹാൻസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ഹ്യുണ്ടായി വെന്യൂ എത്തിയിരിക്കുന്നത്. ഇതിന്റെ 71% ഈ ഒരു വാഹനത്തിന്റെ 71% ഹൈ ഗ്രേഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുൻ ജനറേഷനിലെ വെന്യൂവിന് ശരിക്കും 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു സേഫ്റ്റിയിൽ. ഈ വാഹനത്തിന്റെ സേഫ്റ്റി റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിലോ അല്ലെങ്കിൽ ഭാരത് എൻക്യാപ്പിലോ ഒന്നും തന്നെയും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതിന്റെ റേറ്റിംഗ്. ഉടൻ തന്നെ പക്ഷേ വാഹന നിർമ്മാതാക്കൾ ഇത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഹ്യുണ്ടായിയുടെ ഏറ്റവും മികച്ച അഡാസ് ലെവൽ 2 സൗകര്യങ്ങളാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഹ്യുണ്ടായി വെന്യൂവിൽ 16 അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ വന്നിരിക്കുന്നു എങ്കിൽ ഹ്യുണ്ടായി വെന്യൂ എൻ ലൈനിലേക്ക് 21 അഡാസ് ലെവൽ 2 സൗകര്യങ്ങളാണ് വന്നിരിക്കുന്നത്. 60-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്തേക്കുണ്ട്. 35-ലധികം സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് എല്ലാ വേരിയന്റുകളിലും ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും നമുക്കപ്പോൾ തന്നെ മനസ്സിലാകും ഗ്ലോബൽ എൻക്യാപ്പിലാണെങ്കിലും ഭാരത് എൻക്യാപ്പിലാണെങ്കിലും ഒക്കെ തന്നെ മികച്ച സ്കോറിംഗ് ഈ കോമ്പാക്ട് SUV-ക്ക് നേടാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം. മുൻ ജനറേഷനിലെ വാഹനത്തെക്കാൾ കൂടുതൽ വൈഡറായിട്ടും ടോളറായിട്ടും ഒക്കെ തന്നെയാണ് ഹ്യുണ്ടായി വെന്യൂ എത്തിയിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ പൊക്കം 48 mm കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി 30 mm കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ വീൽ ബേസ് അവർ കൂട്ടിയിട്ടുണ്ട്. 2520 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ്. അതായത് ഇൻറ്റീരിയർ സ്പേസ് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് വാഹന നിർമ്മാതാക്കൾ അക്കാര്യവും ചെയ്തിരിക്കുന്നു. നേരത്തെ ഉള്ള ജനറേഷനിലെ വാഹനത്തിൽ നിന്നും 20 mm
അതായത് 20 mm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കണക്കുകളാണ്. എന്നാൽ പോലും പ്രൗഡായിട്ട് വാഹന നിർമ്മാതാക്കൾ അത് എടുത്തു പറയുന്നു. ഇതിൻ്റെ മുൻഭാഗം മൊത്തത്തിലായിട്ട് മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, ഈ ഗ്രില്ല് മാറിയിട്ടുണ്ട്, എല്ലാം വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. എക്സ്റ്റീരിയർ കാഴ്ചയെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്നോടൊപ്പം ഉള്ളത് ഹ്യുണ്ടായിയുടെ എൻലൈൻ പതിപ്പാണ്. നോർമൽ വെന്യൂവിനേക്കാൾ 32ലധികം എൻഹാൻസ്മെന്റ്സ്, അതായത് ഇതിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ്. കുറേയധികം മാറ്റങ്ങളുണ്ട്. ഹ്യുണ്ടായി വെന്യൂവിൻ്റെ എൻലൈൻ പതിപ്പിന് വിലയും കൂടുതലാണ്. എന്താണ് എൻലൈനിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുകൂടി പറഞ്ഞിട്ട് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ഓരോ വാഹന ബ്രാൻഡുകളും അവരുടെ പെർഫോമൻസ് വെഹിക്കിൾസിന് പ്രത്യേകം പേരുകളാണ് പറയുക. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ അവരുടെ വാഹനങ്ങൾക്ക് എൻലൈൻ പതിപ്പുകൾ എന്ന് പറയുന്നു. ഇതിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അർത്ഥമാണ് ഉള്ളത്. ഹ്യുണ്ടായിയുടെ വാഹനങ്ങൾ ഒന്നും തന്നെയല്ല നമ്മളുടെ ഈ ഇന്ത്യൻ റോഡുകളിൽ എത്തുന്നത്. ഇത് ശരിക്കും കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സ്പോർട്ടി ഫീലിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ പറയുന്നത് പോലെ ഹൈ പെർഫോമൻസ് വെഹിക്കിൾ എന്നോ മറ്റൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഹ്യുണ്ടായി എൻ ബ്രാൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ ഹൈ പെർഫോമൻസ് വെഹിക്കിൾ ആണ്. അപ്പോൾ നമ്മളോടൊപ്പം ഹ്യുണ്ടായി വെന്യൂവിൻ്റെ എൻലൈൻ പതിപ്പാണ് ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇതിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമിയാങ്ങിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ടെസ്റ്റിംഗ് ട്രാക്കായ നർബർഗ്രിങ്ങിലെ റേസ് ട്രാക്കിൻ്റെ പേരും എന്നിലാണ് തുടങ്ങുന്നത്. ഈ ലോഗോയിൽ ഇവർ എൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള, അതായത് റേസിംഗ് ട്രാക്കിലെ വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള 2 കർവുകൾ, അതായത് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിൻ്റെ ആ ഒരു കോർണേഴ്സ് ഹൈ പെർഫോമൻസ് വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ട്രാക്കിനെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ അവരുടെ ഹൈ പെർഫോമൻസ് വെഹിക്കിളിൻ്റെ എൻ വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് ഇൻസ്പയർഡ് സ്റ്റൈലിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇതിനകത്തേക്കുണ്ട്. ഒരു സ്പോർട്ടി ഫീൽ നമ്മളുടെ ഡെയിലി യാത്രകളിൽ കൊണ്ടുവരിക എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഹ്യുണ്ടായിയുടെ എൻലൈൻ പതിപ്പുകൾ. ഇതിന് വില കൂടുതലാണ്. ഹ്യുണ്ടായി വെന്യൂവിൻ്റെ എൻലൈൻ പതിപ്പ് എത്തുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 7 സ്പീഡ് DCTയിലും ഈ വാഹനം ലഭിക്കും. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ വില തുടങ്ങുന്നത് 8,80,000 രൂപയിലാണ്. 7 സ്പീഡ് DCTയുടെ വില തുടങ്ങുന്നത് 10,67,000 രൂപയിലാണ്. നമുക്കിന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കിട്ടിയിരിക്കുന്നത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി 20.99 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി 17.9 കിലോമീറ്റർ ആണ്. മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലും വ്യത്യസ്ത ട്രാൻസ്മിഷനിലും ഒക്കെ തന്നെ വാഹനം അവതരിപ്പിച്ച് അവരുടെ മൊത്തത്തിലുള്ള കോമ്പാക്ട് SUV സെഗ്മെന്റിലെ സെയിൽസ് വോളിയം കൂട്ടാനാണ് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ തീരുമാനം. പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ പറയാം. കാരണം ഡീസൽ പതിപ്പിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനം, ഹൈ ഫ്യൂവൽ എഫിഷ്യൻസിയോട് കൂടിയിട്ടുള്ള ഒരു വാഹനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സെയിൽസ് സ്ട്രാറ്റജി തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഉള്ള വാഹനത്തിൻ്റെ ഒരു 20 വേരിയൻറ്റുകളാണ് 3 എഞ്ചിൻ ഓപ്ഷൻസിൽ വരുന്ന ഹ്യുണ്ടായി വെന്യൂവിൻ്റെ പുത്തൻ പതിപ്പിൽ. അതുപോലെ ഹ്യുണ്ടായി വെന്യൂവിൻ എൻലൈൻ ഇൻടേക്കുടെ മൊത്തത്തിൽ ഉള്ള വേരിയൻസ് നോക്കുകയാണെങ്കിൽ 20 വേരിയൻറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,90,000 രൂപ മുതൽ 15,51,000 രൂപ വരെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺ റോഡ് പ്രൈസ് പറയുമ്പോൾ ജില്ലകൾക്കനുസരിച്ചും സ്റ്റേറ്റിനനുസരിച്ചിട്ടും സിറ്റിക്ക് അനുസരിച്ചിട്ടും ഒക്കെ തന്നെ ഇതിങ്ങനെ മാറുമെന്ന്. മൊത്തത്തിലുള്ള ഒരു റഫായിട്ട് ഒരു അപ്രോക്സിമേറ്റ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞാൽ ശരിക്കും 9 ലക്ഷം രൂപ മുതൽ 18.5 ലക്ഷം രൂപ വരെയുള്ള ഓൺ റോഡ് പ്രൈസിലാണ് ഹ്യുണ്ടായി വെന്യൂവിൻ്റെ 20 വേരിയൻറ്റുകളും എത്തുന്നത്. 3 എഞ്ചിൻ ഓപ്ഷനുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ 7,90,000 രൂപയ്ക്ക് കിട്ടുന്ന ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ബേസ് വേരിയൻറ്റ് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് എത്തുന്നത്. ശരിക്കും ഇത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലാണ് എത്തുക. അതിൻ്റെ ഒരു
പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 83 PS ആണ്. ഫ്യൂവൽ എഫിഷ്യൻസി 18.05 ആണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് 1 ലിറ്റർ ടർബോ DGI പതിപ്പിലുള്ള വാഹനമാണ്. ഇതിൽ ശരിക്കും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ 7 സ്പീഡ് DCTയിലുമാണ് എത്തുന്നത്. ഇതിൻ്റെ ഒരു പവർ 120 PS ആണ്. ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി 18.74 ആണ്. അതേപോലെ തന്നെ 7 സ്പീഡ് DCTയിൽ എത്തുന്ന, അതായത് നമ്മൾ ഇന്ന് ഓടിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി 20 കിലോമീറ്റർ ആണ്. ഇനി 1.5 ലിറ്റർ ഡീസൽ പതിപ്പിൽ എത്തുന്ന വാഹനം, അതിൻ്റെ ഒരു പവർ 116 PS ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം എത്തുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി 20.99 ആണ്. അതേപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി 17.9 കിലോമീറ്റർ ആണ്. നിലവിലുള്ള ഒരു വാഹനത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെയും ശ്രദ്ധിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ബയേഴ്സിനെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് എന്ന് നോക്കും. പ്രത്യേകിച്ചിട്ടും യൂത്തിനെ. അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും വാഹനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ശരിക്കും ഹ്യുണ്ടായി വെന്യൂ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്. അതായത് അവർ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത് യൂത്ത്ഫുൾ ആയിട്ടുള്ള, ബോൾഡായിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹൈടെക് വാഹനം അവതരിപ്പിക്കുക എന്നുള്ളതിലാണ്. അതിലവർ വിജയിച്ചു എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ടെക്നോളജി കുത്തി നിറച്ചിരിക്കുകയാണ് ഈ വാഹനത്തിൽ എന്ന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ വാങ്ങുന്നവരുടെ ഇഷ്ടങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ്, ഇൻറ്റീരിയർ കംഫർട്ട്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ഒരു വിശ്വാസ്യത, അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ്, പെർഫോമൻസ്, ഫ്യൂവൽ എഫിഷ്യൻസി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാത്തിലും ഒന്നാമനാവാൻ തന്നെ ഹ്യുണ്ടായി വെന്യൂ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ തീർച്ചയായിട്ടും മിസ്സിംഗ് ആണ് എന്ന് തന്നെ പറയാം. എങ്കിലും ചില കാര്യങ്ങളിൽ അവർ വളരെയധികം മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയാം. ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ ആദ്യമേ മനസ്സിൽ ഉടക്കുന്നത് വലിയ ബോൾഡായിട്ടുള്ള ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് ആണ്. മുന്നിലായിട്ടും പിന്നിലായിട്ടും വലിയ ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് സാധാരണ വെന്യൂവിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, കുറച്ചും കൂടി മനോഹരമായി ഭംഗിയായിട്ടാണ് അവർ ഹ്യുണ്ടായി എൻ ലൈനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ബോൾഡായിട്ടുള്ള സിൽവർ ടോണിലുള്ള ഒരു വലിയ സ്കിഡ് പ്ലേറ്റ് മുൻഭാഗത്തും പിൻഭാഗത്തും കൊടുത്തപ്പോൾ ശരിക്കും വാഹനത്തിൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ കണ്ണിലേക്ക് വലിയ ഒരു പ്രാധാന്യത്തോടെ കണ്ണിലുടക്കുന്നത് ആ ഒരു സ്കിഡ് പ്ലേറ്റ് ആണ്. ഹ്യുണ്ടായി എൻ ലൈൻ പതിപ്പിലേക്ക് അതിൻ്റെ ഒരു വീതിയും വലിപ്പവും ഒക്കെ തന്നെ കുറച്ചിട്ടുണ്ട്. ബ്ലാക്ക് റേഡിയേറ്റർ ഗ്രില്ലാണ് ഇതിനകത്ത് ഒന്നും കൂടി ഭംഗിയിൽ നിൽക്കുന്നത്. ഇതിനകത്തേക്ക് എൻ ലൈൻ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സെൻസേഴ്സ് ഒക്കെ തന്നെ ഇവിടെയായിട്ട് കാണാം. LED ഹെഡ് ലാമ്പുകൾ വന്നിരിക്കുന്നു. LED സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നു. മുൻഭാഗത്ത് റെഡ് ഹൈലൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. സൈഡ്സിൽ ഗാർണിഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ ലൈൻ ബാഡ്ജിങ് ഇവിടെയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഈ ORVM ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊടുത്തിരിക്കുന്നു. എൻ ലൈൻ പതിപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെയായിട്ട് ക്യാമറ കാണാം. ബോഡി കളേർഡ് വീലാർച്ച് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. വീലാർച്ച് കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും ഇത് ബോഡി കളേർഡ് ആണ്. 17 ഇഞ്ച് അലോയ് വീലാണ് ഒരു പ്രത്യേകത. ഇതിനകത്തേക്ക് റെഡ് കാലിഫർ കൊടുത്ത് കൂടുതൽ സ്പോട്ടിയാക്കിയിരിക്കുന്നു. സാധാരണ വെന്യൂവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിയർ ഡിസൈനാണ് ഹ്യുണ്ടായി വെന്യൂ എൻ ലൈനിന് അവർ നൽകിയിരിക്കുന്നത്. പിൻഭാഗത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഈ ഒരു വിങ് സ്പോയിലറാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിനയുടെ 2 സൈഡിലായിട്ടും കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിറകുകൾ പോലെ തോന്നിക്കുന്ന ഈ ഒരു സ്പോയിലർ എന്ന് പറയുമ്പോൾ ശരിക്കും സ്പോട്ടി ഫീലുണ്ട്. അതേപോലെ തന്നെ LED സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ, അതായത് 2 റിയർ ലൈറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു LED സ്ട്രിപ്പായിട്ട് ഇവിടെ കാണാം. ഈ ഒരു ഇൻഡിക്കേറ്റർ വളരെ മനോഹരമാണ്. വെന്യൂ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും മനോഹരമായിരിക്കുന്നു. എൻ ലൈൻ ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റുകളും വ്യത്യസ്തമാണ്. അതായത് ട്വിൻ പൈപ്പ് എക്സ്ഹോസ്റ്റ് ആണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ സാധാരണ വെന്യൂവിൽ നിന്നും ഏറെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഹ്യുണ്ടായി വെന്യൂ എൻ ലൈനിൻ്റെ പിൻകാഴ്ച. 20 വേരിയൻറ്റുകളുണ്ട്, 3 എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്, വ്യത്യസ്തമായ ട്രാൻസ്മിഷൻ വാഹനം ലഭ്യമാണ്. അത്യാവശ്യം കംഫർട്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. വളരെ ബോൾഡ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. 8 കളറുകളാണ് ഹ്യുണ്ടായി വെന്യൂവിൽ എത്തുന്നത്. 7 കളറുകൾ മാത്രമാണ് ഹ്യുണ്ടായി വെന്യൂ എൻ ലൈനിൽ എത്തുന്നത്. ഇതിൽ 2ലും 2 നിറങ്ങളിൽ ഡ്യുവൽ ടോൺ ഓപ്ഷനിലും വാഹനം ലഭ്യമാണ്.
സ്പോട്ടി എൻലൈൻ പതിപ്പിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു റെഡ് സ്റ്റിച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു പ്രീമിയം ഫീൽ നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെത് സ്പോട്ടി സ്റ്റിയറിംഗ് വീലാണ്. എൻ ലൈൻ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ഈ വാഹനത്തിലേക്ക് ഡ്രൈവ് മോഡ്സ് 3 ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട്, 3 ട്രാക്ഷൻ മോഡുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ഫണ്ണാക്കാൻ, ഡ്രൈവിംഗ് വളരെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻലൈൻ വാഹനങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഈ ഒരു മെറ്റൽ പെഡൽസ് ആണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാധാരണ വെന്യൂവിൽ നിന്നും 32-ലധികം കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡീഷൻസ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് 8 സ്പീക്കേഴ്സ്, ബോസിൻ്റെ 8 സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഡോർ പാനൽസിൽ അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസസ് ഒക്കെ ഉണ്ട്. മറ്റൊരു പുതുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോ ഗ്ലാസ്, ഈ ഒരു ബട്ടൺസ് എല്ലാം തന്നെ ഒരു പുതിയ ഡിസൈൻസ് ആണ്. വളരെ നീറ്റായിട്ട് തന്നെ ഉണ്ടെന്ന് തന്നെ പറയുന്നു. അത്യാവശ്യം ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാൻഡിൽസും എല്ലാം തന്നെയും കൊള്ളാം. ഇവിടെയും അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ശരിക്കും മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ ഒരു വലിയ ഇങ്ങനെ കർവി ആയിട്ടുള്ള ഈ ഒരു വലിയ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഇതിൽ ശരിക്കും വിർച്വൽ കോക്പിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഉണ്ട്. ശരിക്കും 32.4 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ രണ്ടും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മൊത്തത്തിൽ 62.5 സെൻറ്റിമീറ്റർ എന്നാണ് അവർ പറയുന്നത്. ടച്ച് സ്ക്രീൻ ആണ്. ശരിക്കും വളരെ റെസ്പോൺസീവായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഓവർ ദ എയർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ തന്നെയുണ്ട്. സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി ഒക്കെ തന്നെയുണ്ട്. വിർച്വൽ കോക്പിറ്റ് ഒക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. അതേപോലെ തന്നെ ശരിക്കും ഫിസിക്കൽ സ്വിച്ചസും ഇവിടെയൊക്കെ ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. AC വെന്റുകളും ഇതും എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ആണ്. ഹ്യുണ്ടായി എൻലൈനിൽ ആംബിയൻ ലൈറ്റ് കൊടുത്തപ്പോൾ അവർ റെഡ് ആംബിയൻ ലൈറ്റിംഗ് ആണ് ഡാഷ്ബോർഡിന്റെ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. വെന്യൂ എന്ന് പറയുന്ന ബാഡ്ജിങ്, ഈ ഒരു ന്യൂ സ്റ്റോറേജ് സ്പേസ് ആണ് ഇത്. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഇതുണ്ട്. ഇതിനകത്തേക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ആണ്. റെഡ് സ്റ്റിച്ചസ് വന്നിട്ടുണ്ട്. സീറ്റുകളിലേക്ക് എല്ലാം തന്നെയും എൻലൈൻ ബാഡ്ജിങ് വന്നിരിക്കുന്നു. ഇതിനകത്തേക്ക് 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ്. നേരത്തെ നിന്ന് മാറ്റമൊന്നുമില്ല. ചെറിയ സൺറൂഫാണ്, വോയിസ് എനേബിൾഡ് സൺറൂഫാണ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് വയർലെസ് ചാർജിങ് സൗകര്യമുണ്ട്. അപ്പോൾ ഫോൺ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം ഫിസിക്കൽ കീകൾ നമുക്ക് ബട്ടൺസ് കാണാം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയതാണ്, പുതിയ ഡിസൈനിലുള്ള കീ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗിയർ നോബും പുതിയ അഡീഷൻ ആണ്. അതിനകത്തേക്ക് എൻലൈൻ ബാഡ്ജിങ് വന്നിരിക്കുന്നു, റെഡ് ഇൻസേർട്ട് വന്നിരിക്കുന്നു, റെഡ് സ്റ്റിച്ച് വന്നിരിക്കുന്നു, ഡ്യുവൽ കപ്പ് ഹോൾഡർ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. പുതിയ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡീപ്പൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് യൂട്ടിലിറ്റി സ്പേസിന് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് നമുക്ക് 4 രീതിയിൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെ പറയുന്നു. ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ പ്രത്യേകതയുള്ളതാണ്. സാധാരണ വെനുവിൽ ഉള്ളതുപോലെയല്ല. സാധാരണ വെനുവിൽ ഡീക്കഡ് സ്റ്റിയറിംഗ് ആണ് വരിക. ഇതിനകത്തേക്ക് ഡ്രൈവ് മോഡ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയായിട്ട് വരുന്നു. ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ ഇവിടെയായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഈ വാഹനത്തിൽ ഒരു കോമ്പാക്ട് SUV ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ, നല്ല കുഷനിങ്, നല്ല സീറ്റ് ഡിസൈനിങ് ഒക്കെ തന്നെ പറയുന്നു. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. റൂഫ് ലാമ്പുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ചെറുതാണെങ്കിലും ഒരു സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. ഇത് വോയിസ് എനേബിൾഡ് ആണ്. 400-ലധികം കമാൻഡ്സുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ടെക്നോളജി, അതിൻ്റെ കണക്ടിവിറ്റി, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് തവണ സൂചിപ്പിച്ചു. ഇതിനകത്തേക്ക് 3 തീമുകൾ വരുന്നുണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നു, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നു, ഡ്രൈവ് മോഡ് തീമുകൾ വരുന്നുണ്ട്. അതായത് എക്കോ, നോർമൽ, സ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു ഇതിനകത്തേക്ക് ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് മോഡിലാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ഇതിനകത്തേക്ക് മെൻഷനിങ് വരും. അതുപോലെ തന്നെ അഡാസ് അലേർട്ടുകളുടെ ഡിസ്പ്ലേ വരുന്നു. ഡ്രൈവർ ഇൻഫർമേഷൻ എല്ലാം തന്നെയും വരുന്നു. മൾട്ടി ലാംഗ്വേജ് UI സപ്പോർട്ട് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. 12 ലാംഗ്വേജിൽ നമുക്ക് യൂസർ ഇൻ്റർഫേസ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഓഫ് നേച്ചറിൻ്റെ ശബ്ദങ്ങൾ വരുന്നുണ്ട്. 10 തരത്തിലുള്ള നേച്ചറിൻ്റെ ശബ്ദങ്ങൾ ഇതിനകത്തേക്ക്
കിട്ടും. അതുപോലെ തന്നെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 70ലധികം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. 400ലധികം വോയിസ് കമാൻഡുകൾ വന്നിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെയും വന്നിട്ടുണ്ട്. ടെക് സാവി ആയിട്ടുള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടെക്നോളജി സൗകര്യങ്ങൾ എല്ലാം തന്നെയും കുത്തി നിറച്ചിരിക്കുകയാണ് ഹ്യുണ്ടായി വെന്യൂവിൽ എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുതിയ വാഹനങ്ങളെല്ലാം തന്നെയും ഇറക്കുന്നത്. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ വെന്യൂവിൽ 16 അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായി എൻലൈനിലേക്ക് എത്തുമ്പോൾ അത് 21 സേഫ്റ്റി ഫീച്ചേഴ്സ് ആകുന്നു. മൊത്തത്തിൽ 65ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് വാഹനത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ബേസ് വേരിയന്റുകളിലൊക്കെ തന്നെയും ടോപ്പായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് 35 സേഫ്റ്റി ഫീച്ചേഴ്സും വന്നിരിക്കുന്നു. ചുറ്റും സേഫ്റ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണിത്. ഇതിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. 71% ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വന്നിരിക്കുന്നു. അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിലും എല്ലാ രീതിയിലുള്ള സുരക്ഷയും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ സേഫ്റ്റി ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും ഒക്കെ തന്നെ ഹ്യുണ്ടായി വെന്യൂ മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ പിൻനിര വിശേഷങ്ങളിലേക്ക് പോകാം. ൽ പുത്തൻ വെന്യൂ എത്തിയിരിക്കുന്നത് ലോങ്ങർ വീൽ ബേസോട് കൂടിയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2520 mm ആണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു വീൽ ബേസ്. 20 mm ആണ് വാഹന നിർമ്മാതാക്കൾ കൂട്ടിയിരിക്കുന്നത്. നേരത്തെ ഉള്ളതുപോലെ തന്നെ 20 mm എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കണക്കാണെന്ന് നമ്മൾക്കറിയാം. പിൻനിര അല്പം ഇടുങ്ങിയതായി തന്നെ തോന്നുന്നുണ്ട്. അത്യാവശ്യം 5 അടിയിൽ താഴെ പൊക്കമുള്ള ഒരാൾ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ലെഗ് റൂം ഒക്കെ കിട്ടുന്നുണ്ട്. ലെഗ് റൂം കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വാഹന നിർമ്മാതാക്കൾ ഈ സീറ്റുകളുടെ പിൻഭാഗത്ത് കർവ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും യൂട്ടിലിറ്റി സ്പേസസ് കുറച്ചുകൂടി ഇത് ചെയ്യായിരുന്നു. ഇവിടെ ഒരു പൗച്ചൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെയായിട്ട് കൊടുക്കാമായിരുന്നു. റിയർ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ആണ്. റൂഫ് ഒക്കെ തന്നെയും ബ്ലാക്ക് ആൻഡ് ആണ്. 4 ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 3 പേർക്ക് അത്യാവശ്യം ഒരു കൊച്ചു കുട്ടിക്കൊക്കെ തന്നെ ഇവിടെ ആയിട്ടിരിക്കാം. ഹാൻഡ് റെസ്റ്റ്, ഹാൻഡ് ഗ്രിപ്പ് ഒക്കെ ആയിട്ട് ഇത് ചെയ്യാം. കപ്പ് ഹോൾഡർ ആയിട്ട് ഇത് ചെയ്യാം. 2 ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. അതേപോലെ തന്നെ ഇത് 60-40 സ്പ്ലിറ്റ് ആണ്. അതേപോലെ ഐസോഫിക് സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിൻനിരയിലെ സീറ്റുകളുടെ സൈഡിലായിട്ടും ഒരു റെഡ് സ്റ്റിച്ച് കൊടുത്ത് അത് കൂടുതൽ സ്പോർട്ടി ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിൻനിരയിലെ വിൻഡോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കർട്ടൻ പുതിയ അഡീഷണൽ ആണ്. എന്തായാലും കംഫർട്ടിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു വാഹന നിർമ്മാതാക്കൾ. വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നല്ലൊരു അഡീഷണൽ ആയിട്ട് തന്നെ പറയുന്നു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങൾ. പുത്തൻ ഹ്യുണ്ടായി വെന്യൂവിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അഡീഷണൽ കാര്യമാണ് ശരിക്കും ഈ റിയർ സീറ്റുകൾ 2 സ്റ്റെപ്പ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി ഒന്ന് പറയാനുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ചിട്ടാണ്. ബൂട്ട് സ്പേസ് 375 ലിറ്റർ ആണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാം. വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിലാണ് ഞാനുള്ളത്. ഹ്യുണ്ടായി വെന്യൂവിൻ്റെ എൻലൈൻ പതിപ്പാണ് എന്നോടൊപ്പം ഉള്ളത്. 116 PS പവറാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഡ്രൈവിംഗ് കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ട്രാക്ഷൻ മോഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈവേകളിലൂടെയൊക്കെ നമുക്ക് വാഹനം കൂടുതൽ വേഗത്തിലേക്കും കൂടുതൽ സ്പിരിറ്റിലേക്കും ഒക്കെ തന്നെ പോകണം എന്ന് തോന്നുന്നുവെങ്കിൽ ഇതിനകത്തേക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 7 സ്പീഡ് DCT വാഹനമാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലെ ഒരു ഹിൽ ടോപ്പിലാണ്. ഇവിടെ ശരിക്കും ഗ്രാവലാണ്, ഇളകിക്കിടക്കുന്ന മണ്ണാണ്, ഒത്തിരി കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ശരിക്കും പൊക്കത്തിലേക്കുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. ട്രാക്ഷൻ മോഡ് സ്നോ, മഡ്, സാൻഡാണുള്ളത്. അത് നമുക്ക് സാൻഡിലേക്ക് ഇടാം. ഡ്രൈവ് മോഡിൽ ശരിക്കും നോർമലാണ് ഇട്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കുകയാണ്. ഓക്കെ, അനായാസമായിട്ട് കയറി പോകുന്നുണ്ട്. ശരിക്കും അല്പം പ്രയാസകരമായിട്ടുള്ളൊരു റോഡാണ്. എന്തായാലും ഹ്യുണ്ടായി വെന്യൂവിന് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും ഇത്രയും പൊക്കത്തിലെത്തി വണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് തന്നെ പറയുന്നു.
ഹ്യുണ്ടായി വെന്യൂവിൻ്റെ നാഷണൽ മീഡിയ എക്സ്പീരിയൻസ് ഒരു മികച്ച അനുഭവമായിരുന്നു. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലുള്ള ഒരു വാഹനത്തിലെ അനായാസ ഡ്രൈവിംഗ് ഫീൽ സിറ്റിയിലും ഹൈവേയിലും ഒരുപോലെ ലഭിച്ചു. ശരിക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്വിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ലഭിച്ചത്. പാഡൽ ഷിഫ്റ്റേഴ്സ് ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെയും വളരെ ഹെൽപ്ഫുള്ളായി. ഹെക്ടിക് ട്രാഫിക്കിലൂടെയാണെങ്കിലും ഗോവയിലെ ഇടുങ്ങിയ റോഡുകളിലൂടെയാണെങ്കിലും ഹില്ലി ഏരിയസിലൂടെയും ഒരു ഹിൽ ടോപ്പിലൂടെയൊക്കെ തന്നെ നമ്മൾ ഈ വാഹനം കൊണ്ട് പോയിരുന്നു. സ്പോർട്ടി ഫീൽ നൽകുന്ന ഒരു എൻലൈൻ യാത്ര എന്ന് പറയാം. 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള ഈ ഒരു വാഹനത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് ഒക്കെ തന്നെയുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാഹനത്തെ സെറ്റ് ചെയ്യാം. അതേപോലെ ട്രാക്ഷൻ മോഡും ഇതിനകത്തേക്കുണ്ട്. NVH ലെവൽസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്ന് തോന്നി. എഞ്ചിൻ നോയ്സ് ചിലപ്പോഴൊക്കെ തന്നെ വിസിബിൾ ആണ്. അതുപോലെ തന്നെ സ്ലോ സ്പീഡിൽ ചെറിയ നിരാശ വല്ലപ്പോഴും ഒക്കെ തോന്നി. എങ്കിൽ പോലും ഹൈവേ ക്രൂയിസിംഗിലൊക്കെ തന്നെയും വണ്ടി നന്നായി പെർഫോം ചെയ്തു എന്ന് പറയാം. വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പോലെ വലിയ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടിയില്ലെങ്കിലും ഒരു 12 കിലോമീറ്റർ ഒക്കെ തന്നെയും മൊത്തത്തിലുള്ള ഒരു ആവറേജ് ഇതാണ് ഞാൻ പറഞ്ഞത്. സിറ്റി, ഹൈവേ, അതുപോലെ തന്നെ ഹില്ലി ഏരിയാസ്, അതുപോലെ ഇടുങ്ങിയ റോഡുകൾ, ഇതെല്ലാം കൂടിയുള്ളൊരു ആവറേജ് ഇതാണ്. എനിക്ക് കിട്ടിയത് ഒരു 12 കിലോമീറ്റർ ആണ്. ശരിക്കും AC ഒക്കെ ഇട്ടുള്ള ഒരു യാത്രയായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ കുഷനിങ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ തന്നെയും ബെറ്റർ ആണ്. ഡ്രൈവർ സീറ്റ് 4 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ തന്നെ എനിക്ക് മികച്ച ഒരു കംഫർട്ട് നൽകി. സീറ്റുകൾ കംഫർട്ടബിൾ ആണ്. മികച്ച റോഡ് വ്യൂ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് സ്പോർട്ടിയാണ്. അതുപോലെ തന്നെ ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോക്പിറ്റ് ഒത്തിരി ഉപകാരം ചെയ്തു. ടെക്നോളജി റിച്ച് ആണ്, സേഫ്റ്റി റിച്ച് ആണ്, സ്റ്റൈലിഷ് ആണ്, ബോൾഡ് ഡിസൈനിലാണ് ഹ്യുണ്ടായി വെന്യൂ എത്തിയിരിക്കുന്നത്. ശരിക്കും ജെന്യൂൻ പ്രൈസ് ആണ് എന്ന് പറയാം. 20 വേരിയൻറ്റുകളിൽ നമുക്ക് കിട്ടുന്നു. എന്നാൽ ടോപ്പ് വേരിയൻറ്റുകൾ അല്പം പ്രൈസി അല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലെ സേഫ്റ്റി ഫീച്ചേഴ്സ് 360 ഡിഗ്രി ക്യാമറ ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്തു. മികച്ച ടേണിംഗ് റേഡിയസ് ആണ്. അതുപോലെ തന്നെ ഇനിഷ്യൽ ആക്സിലറേഷനും മികച്ചതാണ്. ബ്രേക്കിംഗ് കേപ്പബിലിറ്റിയും ഒക്കെ തന്നെ മികച്ചതാണ്. മൊത്തത്തിൽ ഹ്യുണ്ടായി വെന്യൂ ഒരു നല്ല പാക്കേജാണ്. ടെക്സാവി ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.